നമ്മളിവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മളുടെ റൊമാൻറ്റിക് ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പൊ നമ്മൾ ഒട്ടുമിക്ക പേരും ഓരോ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. കല്യാണം കഴിഞ്ഞവരായിരിക്കാം, കഴിയാത്തവരായിരിക്കാം. എല്ലാവർക്കും പ്രണയത്തിന് ഒരു ഏജ് ഇല്ല എന്നാണല്ലോ പറയുന്നത്. ഏത് പ്രായത്തിലും നമുക്ക് തോന്നാവുന്നതാണ് ഒരു പ്രണയം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഈ ഒരു റൊമാൻറ്റിക് ഏഞ്ചൽസിന്റെ നമ്മളെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്താണ് നമ്മളെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ആ ഒരു പേഴ്സണെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിൽ അങ്ങോട്ട് വിചാരിക്കുക. ആ ഒരു പേഴ്സണ് മുഖത്ത് കഴിഞ്ഞ നല്ല നല്ല നിമിഷങ്ങൾ എന്താണെന്ന് മനസ്സിൽ വിചാരിക്കാം. നല്ല കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ടിരിക്കുക ആ ഒരു നല്ല നല്ല കാര്യങ്ങളെ. അപ്പോൾ നമ്മൾ നോക്കാം റൊമാൻറ്റിക് ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാർഡ്സ് എല്ലാം. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നത് ഒരു ഫിനാൻസ് ഇഷ്യൂ, കരിയറിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കാം ഇപ്പോൾ. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കടങ്ങളോ ബാധ്യതകളോ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കല്യാണം ഒരു മാരേജ് പ്രപ്പോസലിലേക്ക് വരണമെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിന് വേണ്ടിയിട്ട്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, കരിയർ ഡെവലപ്മെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തപ്പിപ്പിടുത്തത്തിലാണ് ഇപ്പോൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഭൂരിപക്ഷമുള്ള ആൾക്കാർക്ക് എനിക്ക് പറയാൻ കഴിഞ്ഞത്. അതായത് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസും അത് തന്നെയാണ്. ഫിനാൻസ് ആൻഡ് കരിയർ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഭൂരിപക്ഷത്തിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ചിലരുടെ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും ആ ഒരു വ്യക്തിക്ക് ഇപ്പൊ നമ്മളായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഇല്ല. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുമായിട്ടുള്ള ടൈം സ്പെൻഡിങ് കാര്യങ്ങൾ അതൊന്നും കുറഞ്ഞതോടുകൂടി നിങ്ങൾക്ക് കൂടുതൽ പരാതികളായിരിക്കും ആ ഒരു വ്യക്തിനെ കുറിച്ച്. ആൾക്ക് ഇപ്പൊ എന്റെ കൂടെ നിൽക്കാനുള്ളൊരു ടൈം ഇല്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ തല്ലുകൂടാ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ ജീവിക്കാൻ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് താല്പര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് റിയൽ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് ആ ഒരു വ്യക്തി തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻസ് ആയിട്ട് ഒന്ന് ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് അധികം ടൈം ഇപ്പോൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റാത്തത്. പക്ഷെ ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട, ആ ഒരു വ്യക്തിക്ക് നിങ്ങളാണ് എല്ലാം കൊണ്ടും പ്രിയം. ആ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അടുത്ത കാർഡ് നമുക്ക് നോക്കാം. വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് വെരി സൂൺ. അതായത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സിൽ. എന്നാൽ പോലും ആ വ്യക്തിക്ക് എന്താ പറയാ ടൈമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കരിയറിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണമെന്നാണ് ആ ഒരു വ്യക്തി മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചില പ്രേക്ഷകർക്ക് ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചില പ്രേക്ഷകർക്ക് ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് ചില പ്രേക്ഷകർക്ക് ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യുക. ചില പ്രേക്ഷകർ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും കണ്ടുകൊണ്ടിരിക്കുന്നവർ, എനിക്ക് ഈ വ്യക്തിയെ വേണ്ട, ഇയാൾക്ക് ഇപ്പൊ എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനില്ല, സ്റ്റാർട്ട് ചെയ്ത പോലെയല്ല ഇപ്പോൾ, അതുകൊണ്ട് തന്നെ എനിക്ക് വേണോ വേണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്കിവിടെ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടണത് എന്താന്ന് വെച്ചാൽ നിങ്ങളോട് പറയാണ്, നിങ്ങളിപ്പോൾ ആ ഡബിൾ മൈൻഡ് ആയിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതായിട്ട് ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോവാം. വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്നും ഡിസൈഡ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ ഇവിടെ ക്ലിയർ ആയിട്ടൊരു പോസിറ്റീവ് ആയിട്ടൊരു മെസ്സേജ് എനിക്ക് പറയാൻ കിട്ടണ എന്താന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ട്, മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. കാരണം ഫിനാൻഷ്യൽ ഒരു ഇഷ്യൂ ആളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും അതൊന്ന്
സ്റ്റേബിൾ ആക്കിയിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറന്നു എന്ന് വിചാരിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ്. റീട്രീറ്റ് ഇറ്റ്സ് ടൈംസ് ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. അതായത് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ റീട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം മറ്റുള്ള ഇപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ്, ബാക്കിയുള്ളവരൊക്കെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ ഓരോരോ നെഗറ്റിവിറ്റി ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. നീ ആ ആളെ വിട്ടോ, എന്തിനാ വെറുതെ നിനക്ക് വേണ്ടി സമയം കിട്ടാത്ത ഒരാളോ പിന്നാലെ നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വളരെയധികം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കിടന്ന് നെഗറ്റിവിറ്റി നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ നിങ്ങളേതായിട്ടൊരു വേൾഡ്, നീയും അല്ല നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള സ്പെൻഡ് ചെയ്ത നിമിഷങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഇനി മുന്നോട്ട് നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്, തിങ്ക് ചെയ്യുന്നത് എന്താണ്, അതായിരിക്കും നമ്മളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾ എങ്ങനെയായിരിക്കും ജീവിക്കുക എന്നുള്ളതും തിങ്ക് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലാണ്ട് വിട്ടിട്ട് പോകണം എന്നുള്ളൊരു മൈൻഡായിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് എന്തോ ഒരു ഇന്നർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ഒരു വേർത്തായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നാണ് യൂണിവേഴ്സ് തന്നെ പറയുന്നത്. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ആള് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്താ പറയാ ഒരു ഫ്ലേർട്ടിങ് രീതിയിലല്ല നിങ്ങളെ കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങൾ എങ്ങനെ നല്ല സന്തോഷകരമായിട്ട് ജീവിക്കുക, നിങ്ങളുടെ ലൈഫിലെ പ്ലാനുകൾ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇത്ര കുട്ടികൾ എന്നൊക്കെ ഉള്ളൊരു ഇതിലുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ഡിസെപ്ഷൻ. someone is wearing a false self mask in this relationship. ഡിസെപ്ഷൻ അതായത് ഈ ചിലരുടെ കേസിൽ എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും അപ്പുറത്ത് ഉണ്ടായിരിക്കാം ഇയാൾക്കൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ചിലരുടെ കേസിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലരുടെ കേസിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന പോലത്തെ ഉള്ള ഒരു ഇതായിരിക്കില്ല. ചില പ്രഷർക്ക് കുടുംബത്തിന്റെ ഭാരം നമ്മൾ ഏറ്റെടുത്ത് നിങ്ങൾ വിചാരിക്കണേക്കാൾ അപ്പുറമായിരിക്കാം ഈ ഒരു പേഴ്സണ് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മുഴുവനായിട്ട് നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാസ്ക് അണിഞ്ഞിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താന്ന് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് എന്താ പറയാ ആ ടൈം കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു തല്ലുപിടുത്തം ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് കാർഡ്. children, your love life is being affected by the children. അതായത് കുറച്ച് കാര്യം എനിക്കിവിടെ കാണാൻ കഴിയുന്നത്, ചിലര് മാരേജ് ആയിട്ടുള്ളവരും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലായിട്ടുള്ളവരും ഇത് കാണുന്നുണ്ടായിരിക്കാം. ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വളരെയധികം കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ്. ഒരു ഡിസ്റ്റൻസ്, ഫിസിക്കലി ഉള്ള ഡിസ്റ്റൻസും മെന്റലി ഉള്ള ഡിസ്റ്റൻസും ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ എന്താ പറയാ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കുറച്ചൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടല്ലാതെ മറ്റൊരു വേൾഡിനോടും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടാവും. കാരണം ഈ ഒരു വ്യക്തി നന്നായിട്ട് സംസാരിച്ച് നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിച്ച് ആ സമയത്തായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് ഉണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾ എന്തു മാർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കും. പക്ഷേ ഈ ഒരു വ്യക്തിയുമായിട്ട് തല്ലുകൂടി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. മനസ്സാകെപ്പാടെ വിഷമിച്ച് ഈ ഒരു വ്യക്തിയുടെ കുറിച്ചുള്ള ചിന്തകളിലൂടെ ആയിരിക്കും കടന്നുകൊണ്ടാവും. ഒരു മിനിറ്റ് പോലും നിങ്ങൾ അതിട്ട് ചിന്തിക്കാണ്ട്, നിങ്ങളെ കാര്യം ചിന്തിക്കാണ്ട്, നിങ്ങളൊരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കാതെ പോലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവാം. യാതൊരു എല്ലാ കണക്ഷൻസും വിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാരെ കുറച്ചൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്.
ഈ ഒരു വ്യക്തി ഫിനാൻസ് എങ്ങനെയെങ്കിലും സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം, കരിയർ എന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്നുള്ളൊരു ഇതിൽ ആളെക്കുറിച്ച് ചിന്തിച്ച്, ആളെക്കുറിച്ച് മാത്രമല്ല നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു കശപിശ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ആലോചിച്ച് കരഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല, എനർജി ഒക്കെ ലോ ആയി കിടക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. അടുത്ത കാർഡ് worth waiting for divine timing is at work in your love life. Yeah, അതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇപ്പൊ മാരേജ് കഴിഞ്ഞിട്ടുള്ളവർ, എക്സ്ട്രാ മാരേജ് റിലേഷൻഷിപ്പിലായിട്ടുള്ളവർ യാതൊരു വിധത്തിലും ഇത് മോശമാണോ, അങ്ങനെ ഉണ്ടാവേണ്ടതാണോ, ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ എന്നൊക്കെ ഉള്ളത് ചിലപ്പോഴെങ്കിലും നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ ഈ ഒരു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പ് നമ്മളുടെ സോള് അവിടെ കോൺട്രാക്ട് ഡിവൈൻ്റെ മുമ്പിൽ കോൺട്രാക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത്ര സോളുകളുമായിട്ട് നമ്മൾ ഈ ഒരു ജന്മം നീക്കുന്നതായിരിക്കും എന്നുള്ളൊരു സോൾ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടാകും. കോൺട്രാക്ട് എന്തൊക്കെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു കോൺട്രാക്റ്റിലുള്ള കാര്യമായിരിക്കും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ്. ഇതൊരു ഫ്ലേർട്ടിങ് രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നാണ് ദൈവം ഒരു ഡിവൈൻ പറയുന്നത്. കാരണം ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്യാപ്പ് വരണമെന്നാണ് ഡിവൈൻ്റെ ഒരു തീരുമാനം. കാരണം ആ ഡിവൈൻ്റെ ഡിസിഷൻ ആണ് ഇപ്പൊ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി നിങ്ങൾക്കൊരു ഗ്യാപ്പ് വരണം എന്നുള്ളത്. കാരണം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവണം, അവരെ മനസ്സിലാവണം, കൂടുതൽ ഡീപ്പായിട്ട് ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, സെൽഫ് ലവ് എല്ലാം ചെയ്യണമെന്നാണ്, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ പറയുന്നത്. ചില പ്രേക്ഷകർ ഇവിടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ഈ ഒരു ജന്മത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം, വേറൊരു വ്യക്തിയുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഡിവൈന് മുമ്പിൽ നിങ്ങൾ തമ്മിലാണ്, നിങ്ങളുടെ സോളിന്റെ പാതിയാണ് ഈ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഡിവൈന് മുമ്പിൽ മാരീഡ് ആയിട്ടുള്ളവരാണ് ഈ ട്വിൻ ഫ്ലെയിം ആൾക്കാർ. അപ്പൊ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ട്വിൻ ഫ്ലെയിം ജേർണി നിങ്ങളുടെ ഈ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അത് വന്നേ തീരൂ. അതിപ്പോ കല്യാണം കഴിഞ്ഞാലും വേറൊരു ലൈഫിലേക്ക് പോയാലും പോയില്ലെങ്കിലും ഈ ഒരു ജേർണി നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ ഉണ്ടായിരിക്കുമെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഡിവൈൻ ടൈമിംഗ് ഉണ്ട് നിങ്ങളുടെ ഒരു ലവ് ലൈഫിൽ എന്തൊക്കെ എവിടെയൊക്കെ സംഭവിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഈ ഒരു ഇപ്പൊ വന്നൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുൾ ആയിരിക്കാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യണമെന്നാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് സോൾമേറ്റ്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞ സോൾ കോൺട്രാക്റ്റിൽ നമ്മൾ ഓൾറെഡി അവിടെ ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം. അപ്പൊ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് ചിലർക്ക് ഇവിടെ സോൾമേറ്റും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഒട്ടുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിലുള്ള പേഴ്സൺ തന്നെയാണ് ഇത്. നിങ്ങൾക്കായിട്ടുള്ള വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു വിധിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് കാർഡ് എടുക്കാം. എൻഗേജ്മെന്റ്. യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു ഹൈ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്. ചില പ്രേക്ഷകർ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇതൊരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരികയാണ്. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായി, ആ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്കൊരു ജീവിതമില്ല എന്നാണ് നമുക്ക് ആ ഒരു ഫീലിങ്സ് ആണ് ഇവിടെ കാണുന്നത്. കാരണം ഈ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല, എങ്ങനെ പോയാലും ജീവിക്കാനായിട്ട് കഴിയില്ല. ഇതിന് എത്രയൊക്കെ വിട്ടു നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാലും വേണ്ട, പൊക്കോട്ടെ എന്നൊക്കെ വിട്ടു നിൽക്കാനായിട്ട് നിങ്ങൾ വേറൊരു കാര്യത്തിലേക്ക് ഇൻവോൾവ്മെന്റ് ആവാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അത് മനസ്സുകൊണ്ട് വിട്ടുപോകാൻ കഴിയുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിലൂടെ പറയുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും വെരി സൂൺ ആയിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും റീയൂണിയനും ലവ് ലൈഫ് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുമെന്നാണ് യൂണിവേഴ്സിലൂടെ പറയാൻ കഴിയുന്നത്.